ആകാശവാണി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സർവകക്ഷി സംഘം നടത്തുന്ന വിദേശ പര്യടനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകരാഷ്ട്രങ്ങൾക്കു മുന്നിൽ ആവർത്തിച്ചിരിക്കുകയാണ് ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടിക്ക് പിന്തുണയുമായി നിരവധി രാജ്യങ്ങളാണ് മുന്നോട്ടു വന്നത്. നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച പഹൽഗാം ആക്രമണത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ച നിലപാടിന് രാജ്യത്തിന്റെ 3 സേനാ വിഭാഗങ്ങളും ഉചിതമായ തിരിച്ചടി നൽകുകയായിരുന്നു. ഭീകരതയ്ക്കെതിരായ ലോകമെമ്പാടുമുള്ള പോരാട്ടത്തിന് ഓപ്പറേഷൻ സിന്ദൂർ പുതിയ ആത്മവിശ്വാസവും ആവേശവും നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക ദൌത്യമല്ല, മറിച്ച് രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും ചിത്രമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂരിൽ സായുധ സേന പ്രകടിപ്പിച്ച ധീരതയെ ശ്രീ മോദി പ്രശംസിച്ചു. पाकिस्तान का ये स्टेट और नॉन स्टेट एक्टर वाला खेल अब नहीं चलेगा. आपने देखा होगा पूरी दुनिया में पाकिस्तान की पोल खोलने के लिए हमारे देश के 7 अलग अलग प्रतिनिधिमंडल पूरे विश्व भर में पहुंच रहे हैं और इसमें देश के सभी राजनीतिक दलों के लोग हैं, विदेश नीति के जानकार हैं, गणमान्य नागरिक हैं. अब पाकिस्तान का असली चेहरा पूरी दुनिया को दिखाया जाएगा. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി ഇന്ത്യൻ സേന നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദികളെ പാഠം പഠിപ്പിക്കുന്നതിന് സായുധ സേനകൾക്ക് രാജ്യം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യായത്തിന്റെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യമെന്നും അദ്ദേഹം പറഞ്ഞു. ऑपरेशन सिंदूर के दौरान हमारी सेनाओं ने जो पराक्रम दिखाया है, उसने हर हिंदुस्तानी का सिर ऊंचा कर दिया. जिस सटीकता के साथ हमारी सेनाओं ने सीमा पार के आतंकवादी ठिकानों को ध्वस्त किया, वो अद्भुत है. ऑपरेशन सिंदूर ने दुनिया भर में आतंक के खिलाफ लड़ाई को नया विश्वास और उत्साह दिया. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധ സേന രാജ്യത്തെ അഭിമാനഭരിതമാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്ക് 23 മിനിറ്റുകൾ മാത്രമാണ് ആവശ്യമായി വന്നതെന്നും ഭുജിലെ വ്യോമസേനാ താവളത്തിൽ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. साथियों, ऑपरेशन सिंदूर ने यह स्पष्ट संदेश दे दिया है कि हमने शांति के लिए जितना अपना दिल खोल कर रखा है, शांति को नष्ट करने वालों के विरुद्ध उतना ही अपना हाथ भी खोल कर रखा है. एक और बात मैं यहाँ साफ कहना चाहूंगा कि ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. അതിർത്തി കടന്ന് നമ്മുടെ മണ്ണിൽ നടത്തിയ തീവ്രവാദത്തിന് രാജ്യം നൽകിയ ഏറ്റവും വലിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാം ആക്രമണത്തിനുള്ള തക്കതായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി, രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന കൃത്യതയാർന്ന വിവരങ്ങൾ, സായുധ സേനയുടെ പ്രഹരശേഷി എന്നിവയാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ऑपरेशन सिंदूर अपनी भूमि पर हुए टेरर हमलों के जवाब के इतिहास में सबसे सटीक और सभी उद्देश्यों को पूर्ति करने वाला ऑपरेशन था और इस सटीक ऑपरेशन का न केवल भारत, पूरी दुनिया के एक्सपर्ट्स भूरी प्रशंसा कर रहे हैं. सेना के संयम की भी प्रशंसा हो रही है कि हमने केवल आतंकी अड्डों और उनके एयरबेस को ही टारगेट किया. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിരന്തര പോരാട്ടത്തിന്റെയും പശ്ചാത്തലത്തിൽ സർവകക്ഷി പ്രതിനിധികളടങ്ങുന്ന 7 സംഘങ്ങൾ UN സുരക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ 32 രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. ഭീകരവാദം അതെല്ലാ രൂപത്തിലും ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദേശീയ സമവായവും നിശ്ചയദാർഢ്യത്തോടെയുള്ള സമീപനവും സർവകക്ഷി പ്രതിനിധികൾ ലോകരാഷ്ട്രങ്ങൾക്കു മുന്നിൽ അവതരിപ്പിക്കുകയാണ്.
ഭീകരതയ്ക്കെതിരെ ഒരിക്കലും സഹിഷ്ണുത പാടില്ലെന്ന ശക്തമായ സന്ദേശമാണ് സർവകക്ഷി സംഘം കൈമാറുന്നത്. കോൺഗ്രസ് എം പി ശശി തരൂർ, BJP എംപിമാരായ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം, JDU അംഗം സഞ്ജയ് കുമാർ ഝാ, DMK MP കനിമൊഴി കരുണാനിധി, NCPയിലെ സുപ്രിയ സുലെ, ശിവസേന അംഗം ശ്രീകാന്ത് ഷിൻഡെ തുടങ്ങിയവരാണ് വിവിധ പ്രതിനിധി സംഘങ്ങളെ നയിക്കുന്നത്. വിവിധ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രമുഖർ, നയതന്ത്ര വിദഗ്ധർ എന്നിവർ ഓരോ പ്രതിനിധി സംഘത്തിലും ഉൾപ്പെടുന്നു. US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളിലാണ് ശ്രീ ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇന്ത്യക്കെതിരെ ആവർത്തിച്ചുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും ലോകരാഷ്ട്രങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുമെന്നും ശ്രീ ശശി തരൂർ പറഞ്ഞു. We need to speak up with clarity and conviction for our country, for our response, and to give the world the message that we will not be silenced by terrorism, and we don't want the world to look away either. It's a mission of peace, it's a mission of hope, and it's a mission that will one day remind the world that India stands for all the values we need to preserve in the world today, of peace, of democracy, of freedom, and not of hatred, of killing, and of terror. We may be a status quo power. They are not. They are a revisionist power. They covet territory that India controls, and they want to have it at any price. And if they can't get it through conventional means, they're willing to get it through terrorism. That is not acceptable to us, and that's really the message that we are here to give all of us, all of you in this country and elsewhere. ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, അൾജീരിയ എന്നീ രാജ്യങ്ങളും, സുപ്രിയ സുലെ നയിക്കുന്ന സംഘം ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുമാണ് സന്ദർശിക്കുന്നത്. സർവകക്ഷി സംഘത്തിന്റെ പര്യടനത്തെക്കുറിച്ച് സുപ്രിയ സുലെ. भारत ये देश आतंकवादी के खिलाफ है और जीरो टॉलरेंस अगेंस्ट टेररिज्म. ये जो हमेशा भारत सरकार ने आतंकवाद के खिलाफ लड़ाई लड़ी है और हम आगे भी लड़ते पूरी ताकत से लड़ेंगे और इस देश में हम एक भारतीय बन के हम सब साथ मिलेंगे. UK, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലാണ് ശ്രീ രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം നയതന്ത്ര പര്യടനം നടത്തുന്നത്. സന്ദർശനത്തെക്കുറിച്ച് ശ്രീ രവിശങ്കർ പ്രസാദ്. Europe to France, UK, Germany, Brussels and Denmark and one more 2 countries. This is a political mission. We want to make a strong outreach to the world to convey our resolve to fight terrorism. We want to exhort the world to hold those responsible for cross-border terrorism accountable. Those have been practicing it for the last 40 years against India, that is Pakistan. Their actions need to be called out. They have to be held accountable for the terror attacks that they have carried out against India. हमें स्पष्ट रूप से ये बताना है कि भारत शांति और सद्भाव में विश्वास करता है, लेकिन अगर निर्दोष भारतीयों के ऊपर आतंकवाद बर्बरता करता है तो इसका प्रभावी जवाब दिया जाएगा. दूसरी एक महत्वपूर्ण बात जो हम दुनिया को बताएंगे कि आतंकवाद एक दुनिया का कैंसर है और हर दुनिया की बड़ी घटनाओं के आतंकवाद का केंद्र कहीं न कहीं पाकिस्तान है. ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിയാണ് റഷ്യയെന്നും നയതന്ത്ര വിഷയങ്ങളിലും വ്യാപാരത്തിലും ഇരു രാജ്യങ്ങളും എപ്പോഴും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സർവകക്ഷി സംഘത്തെ നയിക്കുന്ന DMK MP കനിമൊഴി കരുണാനിധി പറഞ്ഞു. It becomes very important at this point to reach out to Russia when we have been facing terror attacks time and again. We've lost 26 lives in India. The government of India and the Prime Minister have decided that MPs from across the country from different parties have been sent to represent the India stand against terrorism. ആഗോളതലത്തിലെ ഭീകരാക്രമണങ്ങൾക്കെല്ലാം പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും ഇന്ത്യൻ പൌരന്മാർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും JDU അംഗം സഞ്ജയ് ഝാ പറഞ്ഞു. यहाँ पर उतना आइडिया नहीं हो या उतना समय नहीं हो, उतना फैक्ट पता नहीं हो, तो दुनिया में सरकार ने तय किया कि नहीं डिफरेंट जगह जाए. ये बताना जरूरी है कि वहाँ की सरकार ही और आर्मी ही इन्वॉल्व है, ये सब खड़े हैं उसके साथ. और ये देख करके मुझे लगा कि जरूर वो लोग भी सेंसिटाइज अवेयर हुए होंगे.
യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് ആവർത്തിക്കുന്നതോടൊപ്പം ഭീകരവാദം ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള ഏതു വെല്ലുവിളിക്കും മറുപടി നൽകാൻ കര, നാവിക, വ്യോമസേനകൾ സുസജ്ജമാണ്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തോടൊപ്പം മറ്റു രാജ്യങ്ങൾക്കും ചെറുത്തുനിൽപ്പിനുള്ള ആത്മവിശ്വാസം പകരുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ. നിങ്ങൾ കേട്ടത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സർവകക്ഷി സംഘം നടത്തുന്ന വിദേശ പര്യടനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ.